ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപണി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വരുണിനോട് പറഞ്ഞ പടികളൊക്കെ ചെയ്യാൻ നല്ല മടിയാണ് കേട്ടോ. ഇവനൊരു പഠിച്ച കള്ളനാണെന്ന് തോന്നുന്നുണ്ട് എന്ന രീതിയിലൊക്കെ ലോലപ്പൻ ചേട്ടൻ പറയുമ്പോൾ കൃപ പറയുന്നുണ്ട്, എന്തായാലും ആളത്ര വെടുപ്പല്ലല്ലോ, എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ. എന്തായാലും കാര്യം നടക്കട്ടെ. എന്തായാലും ഒരു സ്റ്റാഫിൽ നിന്ന് ലീവായതുകൊണ്ട് ഇവനെ നിയമിച്ചതാണ്, പക്ഷേ ഇവൻ പേരും കള്ളനാണെന്നാണ് എനിക്ക് തോന്നുന്നത് മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വേഗം പണി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പിന്നീട് കൃപ ചോദിക്കുന്നുണ്ട്, ലോലപ്പൻ ചേട്ടാ കാര്യങ്ങളൊക്കെ എന്തായി? പറഞ്ഞതുപോലെ തന്നെ എല്ലാം സെറ്റായി, ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്, മോൾ ടെൻഷൻ അടിക്കേണ്ട എന്നും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കൺമണിയാണെങ്കിലോ മനോജ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു നല്ലൊരു ഫ്രോക്ക് പോലൊരു ഡ്രസ്സ് ഇടുന്നുണ്ട്. അതിനുശേഷം തന്നെ ഗൂഗിൾ പറയുന്നുണ്ട്, അപ്പം എന്തായാലും രാജകുമാരിയെ പോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ. അച്ഛൻ അന്ന് വിട്ട ഈ ഡ്രസ്സ് എത്ര മനോഹരമായിട്ടുണ്ട്. അമ്മായിമാരും വരുന്നുണ്ട്. പൊന്നുകൂടത്തിന് എന്തിനാ പൊട്ടെന്ന പറഞ്ഞ പോലെ ഈ ഡ്രസ്സ് ഇട്ടില്ലെങ്കിലും ഏത് ഡ്രസ്സ് ഇട്ടാലും കൺമണിക്കുട്ടി നല്ല സുന്ദരിയാണ്. പിന്നെ ഇതൊന്നും പറയണോ, വളരെയധികം സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും എന്തായാലും ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ കൃഷ്. അങ്ങനെ ഗൂഗിളിൽ ഏതാ കൃഷ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൺമണിക്ക് കൊടുക്കുന്നു. സ്വർഗ്ഗലോകത്തെ കട്ടുറുമ്പ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും അങ്ങോട്ട് മാറി നിന്നതായിട്ടാണ് കേട്ടോ. അതിനുശേഷം തന്നെ കൃഷ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇറങ്ങിയോ ചോദിക്കുന്നുണ്ട്. സാറ് വണ്ടി വിടാമെന്ന് പറഞ്ഞിട്ട് വണ്ടി എത്തിയിട്ടില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താൻ ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറായിരിക്കും താൻ യൂസ് ചെയ്തിട്ടുണ്ടാവുക, അതായത് ഒരു പിങ്കും ഒരു ഓറഞ്ച് ഷെയ്ഡുമായിട്ടുള്ള കളറായിരിക്കും. അങ്ങനത്തെ ഒരു കഫ്താൻ ടോപ്പായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. സാറിന് ഇതെങ്ങനെ മനസ്സിലായി? തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറല്ലേ, താൻ അതല്ലേ സെലക്ട് ചെയ്യുള്ളൂ എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. സാറ് എന്തൊക്കെയാണ് പറയുന്നത്? പിന്നെ എന്തായാലും ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടുത്തെ റിസപ്ഷൻ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴത്തേനും ഇനി നമുക്ക് ലൈസൻസ് കിട്ടിയ പോലെയാണ് കൺമണി. കാരണം എന്താണെന്നറിയോ, ആ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛനും അമ്മയും കൂടി വേറൊരു കാര്യം അനൗൺസ് ചെയ്യും, നമ്മുടെ വിവാഹത്തെക്കുറിച്ച്. എന്നാൽ പിന്നെ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് ലൈസൻസ് കിട്ടിയല്ലോ എന്ന് കരുതിയിട്ട് ഇനി വിവാഹം വരെ നല്ല കുട്ടികളാവാനാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. കുരുത്തക്കേടൊന്നും കാണിക്കാൻ ഇനി പാടില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ തനിക്കല്ലേ പറയേണ്ടത്, ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ നടത്തുമെന്ന് പറയുന്നുണ്ട്. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇനി കല്യാണത്തിൻ്റെ നാളുകൾക്ക് ഒരു ഉമ്മ പോലും തരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പള്ളി പോയി പറിച്ചാൽ മതി, അതൊന്നും ഈ ക്രിസ്ത്യാഗറിൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അതന്നെ ഞാനും പറഞ്ഞത്, അതും കൺമണീൻ്റെ അടുത്ത് നടക്കില്ല എന്ന്. എന്തായാലും നമുക്കൊരു ധാരണയിലെത്തിക്കൂടെ? അങ്ങനെ വേണമെങ്കിൽ നോക്കാം. ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും താൻ ഇങ്ങോട്ട് വായു പെട്ടെന്ന് പറഞ്ഞ് ഫോൺ വെടിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും ഗൂഗിൾ വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ എത്രയും സംസാരിക്കാൻ എന്താ അപ്പം ഇരിക്കുന്നത്, എന്നും കാണുന്നവരുമാണ് എന്ന് പറയുന്നുണ്ട്. അത് അവർ വിളിക്കുന്നു, വണ്ടി വന്നു എന്ന് തോന്നുന്നു, പോവാം എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിക്ക് അപ്പയും കൂട്ടിയിട്ട് പോകുന്നു. റിസപ്ഷൻ ഹാളിൽ തന്നെ കൺവണ്ടിയുടെ നല്ലൊരു പിക്ചർ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും സുജുവും സാഗറും കൂടി വരുന്നുണ്ട്. വളരെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ആ ഫോട്ടോ കാണുമ്പോൾ സുജു ഭയങ്കര വിഷമത്തോട് പറയുന്നുണ്ട്, പാവം കൺമണി, ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചില്ലേ. ചേച്ചിമ്മയുടെയും അതുപോലെ മാനസയുടെ വാക്ക് കേട്ടിട്ട് പാവം കുട്ടി അവളോട് എന്ത് ചെയ്തു കൊടുത്താലും എനിക്ക് മതിയാവില്ലല്ലോ സാഗർ എന്ന് പറയുന്നുണ്ട്. തൻ്റെ ഈ പശ്ചാത്താപം മാത്രം മതി, മാത്രമല്ല അവൾ മിടുക്കിയാണ്, നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലിയ നല്ലൊരു ഗിഫ്റ്റാണ് അവളെ നമ്മുടെ മകൻ മനസ്സിലാക്കണം. അവളെ നമുക്ക് കിട്ടിയത് ഒരു പുണ്യമാണ്. പിന്നെ നമുക്കൊക്കെ പിന്നെ പ്രായമായി വരികയാണ്, നമ്മളെയൊക്കെ സ്വന്തം അച്ഛനമ്മയെ പോലെ അവൾ നോക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറയുന്നു കേട്ടോ. അയ്യോ, ആർക്ക് പ്രായമായ കാര്യം സാഗർ പറയുന്നത്? എനിക്ക് പ്രായമായിട്ടൊന്നുമില്ല, സാഗറിനായിരിക്കും. എനിക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മനസ്സിന് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് എത്തുന്നു കേട്ടോ സാഗറും അതുപോലെ സുജു കൂടി. അപ്പോഴത്തേനും അവിടേക്ക് ഈ ലോലപ്പൻ ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എന്തായി ലോലപ്പ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്, ഇനി കാര്യങ്ങൾ അതുപോലെ തന്നെ നടന്നാൽ മതി എന്ന് പറയുന്നു. പിന്നെ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. കൺമണി അത് നല്ല കുട്ടിയാണ്, ശ്രീനേട്ടൻ്റെ മോളല്ലേ, എനിക്ക് ആദ്യമേ അറിയാം, നല്ല പെൺകുട്ടിയാണ്. ഇവിടെ കിട്ടിയതിൽ അവൾ ഒരുപാട് ഭാഗ്യവതിയാണ്. മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു കയറിയപ്പോൾ നിങ്ങളുടെയും ഭാഗ്യമാണ് അവളെന്ന് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന സുജുവിനും സാഗറിനും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ഭാഗ്യശ്രീയും അതുപോലെ ബലരാമൻ എന്തായാലും റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നു. ഭാഗ്യശ്രീ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല ഏട്ടാ, ഏട്ടൻ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അതെന്താ മോളെ നീ, ഞാനിവിടെ വേണം, ഏട്ടൻ പോയിട്ട് വാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മോളില്ലാതെ എനിക്ക് എന്ത് സൗഭാഗ്യമുള്ളത്.
അതൊന്നും അങ്ങനെയൊന്നും അല്ല ഏട്ടാ. കാരണം ഏട്ടനിപ്പോൾ അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും ഒക്കെ ഉണ്ട്. എനിക്കെപ്പോഴും രണ്ടാം സ്ഥാനമല്ലേ. മോളെ നീ ഇല്ലാതെ എനിക്ക് എന്ത് ആഘോഷമാണ് എന്ന് പറയുന്നത്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ഏട്ടാ. എനിക്കറിയാം ആരുണ്ടായാലും ഞാനാണ് ഏട്ടൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞതും. കാരണം ഇപ്പോൾ ഏട്ടൻ പോകണം. എന്നിട്ട് വൈകുന്നേരം നേരെ ദുബായിലേക്ക് പോകാൻ തന്നെ വേണം. മോളെ നീ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ പോകാനായിട്ട് നോക്കണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് നീ അച്ഛനും അമ്മയും പേടിച്ചിട്ട് ദുബായിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? പോകണം. ഞാൻ പറഞ്ഞതനുസരിക്ക്. ഞാൻ പറഞ്ഞത് ഏട്ടൻ കേൾക്കില്ലേ? എന്നാൽ നീ വരുന്നില്ല എന്നുള്ളത് ഉറപ്പാണോ? അതെ ഏട്ടാ, ഏട്ടൻ പോയിട്ട് വാ എന്ന് പറയുന്നു. അപ്പോഴത്തേനും സാഗർ വിളിച്ചിട്ട് മോനെ നീ ഇവിടെ എത്തി, ഞാൻ ഇറങ്ങാൻ പോവുകയാണെന്ന് പറയുന്നു. കൺമണിയും കൃഷും ഒക്കെ വരുമ്പോഴത്തേനും നീ ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. സുജു അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും എത്താം അമ്മേ, ഞാനിപ്പോൾ എത്തും എന്ന് പറയുന്നു. പിന്നീടും അവിടെ വരുണിനെ തന്നെയാണ്. കാരണം പാത്രം കഴുകുന്ന സമയത്തിന് ദേഷ്യം വരുന്നുണ്ട്. എത്രമാത്രം പാത്രങ്ങളാണ് ഈ കഴുകാൻ വന്നിരിക്കുന്നത്, ഇതൊന്നും കഴുകണ്ട, ഇതൊക്കെ ഇവിടെ തന്നെ കമഴ്ത്തി വെക്കാം, ആരും കാണാനാണിപ്പോൾ. അതിൻ്റെ ഒലപ്പം വരുന്നുണ്ട് കേട്ടോ. എന്താണ് നീ കാണിച്ചിരിക്കുന്നത്? കഴുകാത്ത പാത്രങ്ങളൊക്കെ കഴുകിയ പാത്രത്തിനകത്ത് വെക്കുന്നോ? ഈ പണിക്ക് ലോലപ്പൻ ഇന്നേ വരെ ഒരു ചതിയും ചെയ്തിട്ടില്ല, ഈ കാരണം അതും ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ചെവിട്ട കല്ല് നോക്കി ഒന്നാൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അയ്യോ എന്നെ കരയിക്കേണ്ട. അപ്പം നീ എന്താണ് മലയാളം പറയുന്നത്? നീ തമിഴ് തന്നെയാണോ? അതേ ഞാൻ തമിഴ് തന്നെയാണ്. എന്താ മര്യാദയ്ക്കൊന്ന് തമിഴ് പറയുന്നേ എന്ന് പറയും. മണിച്ചിത്രത്താഴിൻ്റെ ഒരു കുറച്ച് ഡയലോഗുകൾ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും ഇപ്പോൾ വരുണേ നീ എന്തായി കാണിക്കുന്നത് പറയുന്നുണ്ട്. പിന്നെ ഇവർ തമിഴ് പറയാൻ പറഞ്ഞ പിന്നെ എങ്ങനെയാണ്? പിന്നെ ഈ മണിച്ചിത്രത്താഴിൻ്റെ തമിഴൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. മര്യാദയ്ക്ക് പണിയെടുത്തോ എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, നീ കഴുകി വെച്ച പാത്രങ്ങളുണ്ടല്ലോ, കഴുകാത്ത പാത്രം എല്ലാം കൂടി ഒരുമിച്ച് ഒന്നുകൂടി കഴുകിക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും പണി കൊടുത്തു പോകുന്നു. മാനസയാണെങ്കിൽ അപ്പോൾ വിളിക്കുന്നുണ്ട്. അയ്യോ മാനസ എന്ന് പറഞ്ഞ കരയുന്നു. എടാ വരുണേ നിന്നെ പിടിക്കപ്പെട്ടോ? അതല്ല മാനസ, ഇവിടെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്, ഞാൻ അങ്ങ് കുഴങ്ങിപ്പോയെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവിടെ നിൽക്ക്, ഞാനിപ്പോൾ അവിടെ എത്തും, നീ ടെൻഷൻ ആവില്ലേ എന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണൻ കൺമണിയും ഫംഗ്ഷന് വേണ്ടി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് വണ്ടി വരുന്നു. 1 മിനിറ്റ് അപ്പോൾ ഇപ്പോൾ വരും പറയുന്നുണ്ട് ഡ്രൈവറോട്. ആ സമയത്ത് തന്നെ മനോജ് വിളിക്കുന്നുണ്ട് കേട്ടോ. മോളെ നിനക്കൊരു ആശംസ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്. ഏട്ടനില്ലാത്ത വലിയ സങ്കടമായി എന്ന് പറയുന്നു. അതൊന്നും സാരമില്ല, കല്യാണത്തിന് ഒരാഴ്ച മുന്നേ ഏട്ടനെത്തും, മോൾ വിഷമിക്കേണ്ട. മോൾക്ക് എല്ലാ സമ്മാനങ്ങളും കിട്ടുമ്പോൾ ഏട്ടൻ ഇവിടുന്ന് മനസ്സുകൊണ്ടെല്ലാം കാണും. പിന്നെ ഗോകുലിനോട് പറയണം വീഡിയോ ഒക്കെ എടുക്കാൻ, അതൊക്കെ അവൻ ചെയ്തോളും. ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് വിഷമമുള്ളൂ, അതൊന്നും സാരമില്ല, മോൾ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ച് വിടുന്നു. പിന്നീട് സുജും സാഗറും അവിടെ വരുന്ന ഗസ്റ്റിനെയൊക്കെ സൽക്കരിച്ച് വിടുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് മാനസ വരുന്നത് കേട്ടോ. മാനസയെ കാണുമ്പോൾ ഒരു വിഷമാവുന്നുണ്ട് സുജുവിനും സാഗറിനും. പക്ഷെ മാനസയ്ക്കുണ്ട് ഉളുപ്പില്ലാതെ കയറി വരിക കേട്ടോ ചെയ്യുന്നത്. അയ്യോ അങ്കിൾ, ഞാനിവിടെ വന്നത് അച്ഛനമ്മ എന്നോട് പറഞ്ഞു വരണ്ടാന്ന്, പക്ഷെ ഞാൻ വന്നത് കൃഷ്ണൻ കൺമണി ഒന്നാവണമെന്ന് എനിക്ക് കാണണം, എൻ്റെ മനസ്സുകൊണ്ട് അത് അംഗീകരിക്കാൻ വേണം, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്, അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ല. മോൾ വന്നത് ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്ന് സുജു പറയുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ജയരാമനും അതുപോലെ തന്നെ അവിടേക്ക് ഹേമയും വരുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞതാണ് ഇവൾ വരണ്ടാന്ന്, പക്ഷെ മാനസികമാണ് ആഗ്രഹം വരണം എന്നുള്ളത്. ഒരു പക്ഷേ അവളുടെ ആഗ്രഹം കേട്ടപ്പോൾ വന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അതിനെന്താ, ഒരു കുഴപ്പമില്ല, അവൾ വരട്ടെ. എവിടെ ആൻറ്റിയമ്മ എവിടെയെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാട്ടോ. വരുൺ ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ബോംബ് പൊട്ടാൻ പോകുന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം.